ഇതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മളത് ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഒരു ഗൈനക്കോളജിസ്റ്റിന് തന്റെ മാതാവിന്റെ ശരീരത്തിൽ വളരുന്ന കുട്ടിയുടെ വലിപ്പവും ചലനവും നിർവചിക്കാൻ കഴിയും. എന്നാൽ തന്റെ മാതാവിനെ ബഹുമാനിക്കണം, മാതാവിന്റെ കാലിന്റെ ചുവട്ടിൽ ആനന്ദ സ്വർഗമെന്ന് പറയാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല. അത് പറയണമെങ്കിൽ മതം വേണം. അത് പറയണമെങ്കിൽ ഇവിടെ ദീൻ നിലനിൽക്കണം. ഒരു പുലിച്ചോറിൽ എന്തൊക്കെ അന്നജവും ധാതുലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വോൾട്ടനെ പഠിച്ച ആൾക്ക് പറയാൻ കഴിയും. എന്നാൽ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ ആ അയൽവാസിയുടെ മുമ്പിലേക്ക് ഒരു തരിക്കുഴി ഭക്ഷണവും അരിയും കൊണ്ടുപോയി കൊടുക്കണമെന്ന് പഠിപ്പിക്കാൻ ലോകത്തുള്ള ഒരു ശാസ്ത്രത്തിനൊന്നും കഴിയില്ല. അത് പഠിപ്പിക്കണമെങ്കിൽ ഇവിടെ മതം നിലനിൽക്കണം. ഒരു LLB പഠിച്ചവന് എങ്ങനെ വാദത്തിൽ ജയിക്കാമെന്ന് പഠിപ്പിക്കാൻ കഴിയും. എന്നാൽ നിന്റെ വാദത്തിൽ നുണ പറയരുത്, കള്ളസാക്ഷി പറയരുത്, അത് വൻ കുറ്റമാണ് എന്ന് പറയാൻ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനും മതം പഠിപ്പിക്കുന്ന ആദർശത്തിനും ആശയത്തിനുമേ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.